അതിനിടെ അരുൺ, മറ്റൊരു വാർത്ത കൂടിയുള്ളത് നേരത്തെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി എന്നതാണല്ലോ. പുത്തികെ കൊക്കച്ചാലിലാണ് ഈ 8 വയസ്സുകാരനെ കാണാതായത്. സുൽത്താൻ എന്ന കുട്ടിയാണ് ഇപ്പോൾ മരണമടഞ്ഞു എന്ന വാർത്ത വരുന്നത്. അതിന്റെ കൂടി വിശദാംശങ്ങൾ പറയും. അനുജ, ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടി കുളിക്കുന്നതിന് വേണ്ടി തോട്ടിലേക്ക് പോയത്. അത് ബന്ദിയോട് കൊക്കച്ചാൽ എന്ന് പറയുന്ന പ്രദേശമാണ്. 8 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഈ സാദത്തിൻ്റെ മകൻ സുൽത്താനാണ് ആ സമയത്ത് ഒഴുക്കിൽപ്പെട്ടത്. അതായത് സമീപത്തെ തോട്ടിലേക്ക് കുട്ടി കാൽ തെന്നി വീഴുകയായിരുന്നു. ആ സമയത്ത് തന്നെ നാട്ടുകാരും അതുപോലെ വീട്ടുകാരുമൊക്കെ തെരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഉപ്പളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി 2 മണിക്കൂറിലധികം തെരച്ചിൽ നടത്തി. അങ്ങനെ 3 മണിക്കൂറാണ് ഈ കുട്ടി ആ തോട്ടിൽ കിടന്നത്. ഒടുവിൽ മൃതദേഹം ലഭിച്ചു. ആദ്യഘട്ടത്തിൽ ശ്വാസമുണ്ടെന്ന ഒരു വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ദുഃഖകരമായ വാർത്ത, കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹം അവിടെ തന്നെയുള്ള ബന്ദിയോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുജ, ശരി. പുത്തികെ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരണമടഞ്ഞത്.